വെൽക്കം ബാക്ക്. ഇന്നൊരു നെണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ. ഓരോ ആൾക്കാരും ഓരോ ടൈപ്പിലായിരിക്കും നെണ്ട് റോസ്റ്റ് വെക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉറപ്പായിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് നെണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കണം. ഒരു 5 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് എണ്ണ ആഡ് ചെയ്താൽ മതി കേട്ടോ. അത് നിർബന്ധമില്ല. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3-4 എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്തുന്നുള്ളൂ. ബാക്കി നമുക്ക് മസാല റെഡിയാക്കുമ്പോൾ ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രാബ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 3 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടണ വരെ മാത്രം മതി. ഇപ്പോൾ കളറൊക്കെ നന്നായി മാറി കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരെ വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലത്തെ ഈ ഉള്ളിലത്തെ വെള്ളം മൊത്തം വറ്റണം കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ഷമിച്ച് തന്നെ ഇത് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഒരു 1/4 ടീസ്പൂണ് മതി കേട്ടോ ഗരം മസാല. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ചെറുതാക്കി കട്ട് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്രാബ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചും കൂടി നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ നിന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയാണ് റോസ്റ്റ് ആക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് കുറച്ച് ടൈം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.